സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ് അൻസാരി, ആലപ്പുഴയിലുള്ള അൻസാരി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹത്തിന് സ്വർഗത്തെപ്പറ്റി, ഇസ്ലാമിക സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുപോലെ, എന്തോ ഭയങ്കര പ്രശ്നം പുള്ളിക്ക് ഇങ്ങോട്ട് പറയാനും താല്പര്യം വരുന്നില്ല. ആ സ്വർഗത്തിന്റെ കാര്യത്തെ മൂടി വെക്കാൻ വേണ്ടിയായിരിക്കാം മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരുടെ സ്വർഗത്തെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി പറഞ്ഞുകൊണ്ട് നിങ്ങളത് കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. എൻ്റെ അൻസാരി സ്വന്തം സമുദായത്തിലെ സ്വന്തം പുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തെ പറ്റി പറയാൻ അൻസാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ, നാണക്കേട് തോന്നുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ അൻസാരിക്കെതിരെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷെ അൻസാരിയുടെ മതം, അൻസാരിൻ്റെ കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോയാൽ പോലെ. അൻസാരി എന്തിനാണ് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വരുന്നത്? അതുകൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് അത് ഒരു തുടക്കമായിരുന്നു. പിന്നീട് ഞാൻ പരിശോധിച്ചപ്പോൾ പല സ്ഥലങ്ങളിലും ഇസ്ലാം അങ്ങോട്ട് ഉയർന്നു നിൽക്കുന്നു, ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ താങ്കൾ ഒരു ശരത്ത് എന്ന് പറയുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും പറയുകയാണ്, ഞാൻ എല്ലാ മതങ്ങളിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല, താങ്കൾ ഒരു ഏകദൈവ വിശ്വാസിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു, ആ ഒരു ആശയത്തിൽ സംസാരിച്ചു. അങ്ങനെ താങ്കൾ ആ ഏകദൈവ വിശ്വാസത്തിലെ ദൈവം ആരാണ് എന്നുള്ളതൊന്ന് പറയാമോ? ദൈവം ആരാണെന്നൊന്ന് പറയാമോ? മറ്റുള്ള ഇതര ഗ്രന്ഥങ്ങളിൽ താങ്കളുടെ ദൈവം ഉണ്ടോ എന്നുള്ളതെന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇസ്ലാമിൽ ഖുർആൻ മാത്രമായിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, നിങ്ങളുടെ ആശയങ്ങൾ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല എന്ന് ഇസ്ലാമിക പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അല്ലാതെ ഈ ഇസ്ലാമിക പുസ്തകം വായിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ വേണേൽ ചിലപ്പം നിങ്ങൾ പറയുന്നതിന് ഓശാന പാടും, ചിലപ്പോൾ ഹയ്യ ഹയ്യ പാടാനൊക്കെ കൂടെ വരും. പക്ഷെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന സ്വർഗസങ്കല്പം എന്താണെന്നുള്ളതാണ്. അതിന് ഈ അൻസാരി പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുസ്ലിമീങ്ങൾ മരണപ്പെട്ടാൽ 72 കൂറിമാരെ ലഭിക്കാറുണ്ടല്ലേ? കല്ലിന്റെ പുഴയും തേനിന്റെ പുഴയും പാലിന്റെ അരുവികളുമെല്ലാം സ്വർഗത്തിൽ ദൈവം വരദാനമായിട്ട് തരുമല്ലേ? എന്തിനേറെ പറയണം, ഉയർന്ന മാരണമുള്ള തരുണീമണികളായ സമപ്രായക്കാരെ സ്ത്രീകളെയെല്ലാം ദൈവം നിങ്ങൾക്ക് വരദാനമായി സ്വർഗത്തിൽ തരുമല്ലേ? പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹാരിതയും വൈവിധ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോൾ കാലങ്ങളായിട്ട് ഉതിർത്തിവിടാറുള്ള ഒരു ക്ലീശെ പരിഹാസ ചോദ്യമാണ് സ്വർഗത്തിലെ ഹോറികൾ അഥവാ അപ്സരസുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഈ പരിഹാസ ചോദ്യം കൊണ്ട് ഇസ്ലാമിനെ നേരിടാൻ വന്നവരോട് സ്നേഹത്തോടും നീതിബോധത്തോടും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ അൻസാരി പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ അതും പ്രകാരം നമുക്ക് എന്താണ് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗസങ്കല്പം എന്താണെന്നൊന്ന് നോക്കാം. ഇവിടെ ഭൂമിയിൽ മദ്യപിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഖുറാനിൽ സ്വർഗത്തിൽ ചെന്നാൽ കിട്ടുന്നത് സൽസബീൽ എന്ന മദ്യം ഒഴുകുന്ന അരുവികളാണ്. അത് ഒഴിച്ചു കൊടുക്കാൻ സുന്ദരികളായ തുടുത്ത മാരടമുള്ള തരുണീമണികളും കൗമാരക്കാരായ ബാലന്മാരും മദ്യക്കോപ്പുകളുമായി ഈ തോപ്പുകളിൽ ചുറ്റി നടക്കുകയാണ്. മദ്യത്തിൻ്റെ കാര്യം ക്രിസ്ത്യാനികൾ എടുത്തിട്ട് പെരുക്കാൻ തുടങ്ങിയപ്പോൾ ദാവക്കാർ പുതിയൊരു വിശദീകരണമായി രംഗത്ത് വരാൻ തുടങ്ങി. മദ്യത്തിൻ്റെ സാധുള്ളതും എന്നാൽ ലഹരി ഇല്ലാത്തതുമായ ഒരു പാനീയമാണത്രേ സൽസബീൽ. മദ്യം എന്ന വാക്കിന് മദ്യപിക്കുന്നത് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ മദ്യപിക്കാതായിരുന്നുവെങ്കിൽ സൽസബീൽ എന്ന വെള്ളം ഒഴുകുന്ന അരുവി സ്വർഗത്തിലുണ്ട് എന്ന് പറയണമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മുഹമ്മദിന് അന്ന് അനുയായികളെ കിട്ടില്ലായിരുന്നു. ബഹുരസമാണല്ലോ. ക്രിസ്ത്യാനികൾ ഇസ്ലാമിൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും തുടങ്ങിയതിന് ശേഷം തിരിച്ചു ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ പതുക്കെ പുസ്തകത്തിലുള്ള വാക്കുകൾക്ക് അർത്ഥമൊക്കെ മാറ്റി മുഖം കഴുകി രക്ഷിക്കാമെന്നുള്ള രീതിയിൽ കഴുകി ഒരു പരുവമായതല്ലാതെ ഇതുവരെയായിട്ടും വെളുത്തിട്ടില്ല എൻ്റെ ദാവാപ്രവർത്തകരെ എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. മനസ്സിലായോ? ഇതുവരെയായിട്ട് ആ മുഖം അങ്ങോട്ട് വെളുത്തിട്ടില്ല. നിങ്ങൾ വെളുക്കാൻ വേണ്ടി കഴുകി നിങ്ങളൊരു പരുവമായി നിങ്ങളുടെ കൈ വെളുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തുനിന്ന് തൊലി പോകുന്നതോ അല്ലാതെ എന്തൊക്കെ ഇസ്ലാം വെളുക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. കാരണം അത് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇനി സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തുടുത്ത മാറിടമുള്ള സമപ്രായക്കാരായ തരുണീമണികളെ അവിടെ ലഭിക്കുമെന്നാണ് അധ്യായം 78 അതിൻ്റെ 31 മുതൽ 34 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത്. തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർക്ക് വിജയമുണ്ട്. അതായത് തോട്ടങ്ങളും, ബ്രാക്കറ്റിൽ സ്വർഗത്തിലെ തോട്ടങ്ങളും മുന്തിരികളും
തുടുത്ത മാർബിടമുള്ള സമപ്രായക്കാരായ തരുണികളും നിറഞ്ഞ പാത്രങ്ങളും. എങ്ങനെയുണ്ട്? ഈ തുടുത്ത മാറിടമുള്ള തരുണികൾ, ഈ ഒരു ഉസ്താദ് പറഞ്ഞത് തുടുത്ത മാറിടമുള്ള സഹോദരിമാരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് ഏത് വകുപ്പാണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഇവിടെ പറയാണ് തുടുത്ത മാറിടമുള്ള സമപ്രായക്കാരായ തരുണികളും നിറഞ്ഞ പാത്രങ്ങളും. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയാം സ്വർഗത്തിൽ എന്ത് ലഭിക്കും. ഇതൊക്കെ പറയാൻ എന്താണ് അൻസാരി ഇത്ര മടി? അൻസാരി അങ്ങോട്ട് തുറന്നു പറയുന്നേ. കാരണം എം അക്ബർ തന്നെ പറഞ്ഞല്ലോ, ലോകത്ത് എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾക്ക് നാണിക്കാതെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, അത് ഇസ്ലാമാണ്, പരലോകത്തെ പറ്റിയാണ്, ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇതൊക്കെ അങ്ങോട്ട് തുറന്ന് പറയണം, 10 പേര് അറിയട്ടെ. എന്തെക്കാളും നോമ്പ് കാലമല്ലേ. ഇനി സ്വർഗത്തിൽ ഇണകളെ കിട്ടുന്ന കാര്യം ഖുറാനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അധ്യായം 37 അതിൻ്റെ 48, 49. ദൃഷ്ടി നിയന്ത്രിക്കുന്നവരും വിശാലമായ കണ്ണുള്ളവരുമായ സ്ത്രീകൾ അവരുടെ അടുത്തുണ്ടായിരിക്കും. സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകൾ പോലെ ആയിരിക്കും അവർ. സൂക്ഷിച്ചു വെച്ച മുട്ട എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അടയിരിക്കാൻ വേണ്ടി, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇതാക്കാൻ വേണ്ടി 7 മുട്ട 12 മുട്ട എന്നുള്ള രീതിയിലാണോ, അതോ ഏത് മുട്ടയാണ്, പൊന്മുട്ടയാണോ അതോ വെള്ളി തങ്കം ഇതുകൊണ്ടെങ്ങാനുള്ള മുട്ടയിലാണോ ഇവരെ സൂക്ഷിച്ചു വെച്ചതെന്നൊന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. പണ്ഡിതന്മാരെന്താണ് പറയുന്നത് നമുക്കറിയില്ലല്ലോ. ഇനി അധ്യായം 38 51ൻ്റെ 52 പറയുകയാണ്, അവർ അവിടെ ചാരിയിരുന്ന് വിശ്രമിച്ചുകൊണ്ട് സമൃദ്ധമായുള്ള ഫലവർഗ്ഗങ്ങളും പാനീയങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവരുടെ അടുത്ത് ദൃഷ്ടി നിയന്ത്രിക്കുന്ന സമവയസ്കരായ സ്ത്രീകളും ഉണ്ടായിരിക്കും. അല്ല, ഇതെന്താ സംഭവം എന്നൊന്ന് പറയാറ്. അവർ അവിടെ ചാരി ഇരുന്ന് വിശ്രമിച്ചുകൊണ്ട് സമൃദ്ധമായ ഫലവർഗ്ഗങ്ങളും പാനീയങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ല, ഇത്രയ്ക്ക് ഈ ചാരി ഇരുന്ന് വിശ്രമിച്ചുകൊണ്ട് നേടാൻ വേണ്ടി അവിടെ എന്താണ് ഇതിന് മാത്രം പണിയുള്ളതെന്നൊന്ന് പറയാവോ? അല്ല, ഈ മുഹമ്മദിയരെ ഒരു ചോദ്യമാണ്, ഇത്രയ്ക്ക് ക്ഷീണം ഉണ്ടാകാൻ എന്ത് പണിയെടുത്തു അവിടെ എന്താ പണി എന്നുള്ളത് ഒന്ന് പറയണേ. ആർക്കെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ആണെങ്കിലും വന്ന് ഇടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അതിപ്പോൾ ഈ അടുത്ത വയസ്കരായ സ്ത്രീകളും ഉണ്ടായിരിക്കും. അപ്പോൾ എത്ര വയസ്സാണെന്നുള്ളത് ഹദീസിൻ്റെ അകത്തുണ്ടല്ലോ. നമ്മളിപ്പോൾ ഹദീസ് പരിശോധിച്ച് വരുമ്പോഴത്തേനും മനസ്സിലാവും എത്രാമത്തെ വയസ്സാണ് എന്നുള്ളത്. ഹദീസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സ്വർഗത്തെ പറ്റി അടുത്ത എപ്പിസോഡിലായിരിക്കും. ഇത് ഖുറാനിൽ നിന്ന് മാത്രമുള്ള സ്വർഗമായിരിക്കും. ഇനി 56ൻ്റെ 22, വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണികളും അവർക്കുണ്ട്. ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുപോലെയാണവർ. മുത്തുപോലെ എന്ന് പറയുമ്പോഴത്തേനും ഈ മാല ഓർക്കുന്ന മുത്താണോ അതോ വേറെ എന്തെങ്കിലും മുത്താണ്? ചിപ്പിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മുത്തുപോലെ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ 72 ഹൂറികളെ പറ്റി തന്നെയല്ലേ ഈ പറയുന്നത്. അപ്പോൾ ഈ വെളുത്ത തരുണികളും 72 ഹൂറികളും ഒക്കെ ആയിട്ടുള്ളവരുമായിട്ട് രമിക്കാൻ പോവുകയാണ് ഞങ്ങൾ സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അൻസാരി ഇതൊക്കെ പറയാനങ്ങോട്ടൊരു മടി? 10 പേര് അറിയട്ടെന്നേ. നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് ഇസ്ലാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, ഇസ്ലാം ലോകത്തിൻ്റെ അതാകുന്നു ഇതാകുന്നു എന്ന് വേണ്ട. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി ഇത്ര ഉയർത്തി വിടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയാൻ മടിക്കുന്നു? വേറൊരു കാര്യം കേട്ടോ, ഞങ്ങളെപ്പോലുള്ളവർ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൾക്കാരാണ് ഇത് തുടങ്ങി വെച്ചത്. നിങ്ങളുടെ ആൾക്കാർ, മുസ്ലിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആൾക്കാർ തുടങ്ങി വെച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള മേഖലയിലും നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് വരെ തയ്യാറായിട്ട് ക്രിസ്ത്യാനികൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആൾക്കാർ തുടങ്ങി വെച്ചതാ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ ന്യൂനതകളെ മറച്ചു വെക്കണമെന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ തുടങ്ങി വെച്ചവരെ എന്ന് വെള്ളപൂശി തുടങ്ങി അന്ന് മുതലാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. ഇതേ ആൾക്കാർ സ്റ്റേജ് വലിച്ചു കയറ്റി കേരളക്കര മുഴുവനും യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, മദ്യം വിളമ്പി യേശു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ചു കെട്ടി നടന്നപ്പോൾ നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നുകൊണ്ട് നിങ്ങൾ അവർക്ക് കരഘോഷങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇതിന് തിരിച്ച് മറുപടി പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നി. നമുക്കത് വലിയ ഇതില്ല, മനസ്സിലായോ? ഇനി ഈ ശ്രേണിയിൽ എപ്പോഴും ഈ ഖുറാൻ വായിക്കുമ്പോഴത്തേന് ഞങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്. അത് 52ൻ്റെ 20. ഇങ്ങനെയാണ് ആ ആയത്ത്. വരിവരിയായി ഇട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണ ചേർത്ത് കൊടുക്കുകയും ചെയ്യും. അല്ലെ, ഈ കറുത്ത തരുണികളെ കൊടുക്കൂലേ അവിടെ? എന്തെങ്കിലും ഈ ഇത് പ്രായത്തിൻ്റെ എന്തൊക്കെയാണെങ്കിലും പോട്ടെ, അത് എത്ര പ്രായം എന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം.
അല്ല ഈ വെളുത്ത തരുണികളെ കൊടുക്കുന്നത് എന്താ? ഈ കറുത്തവരെ കൊടുത്താൽ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ലേ? അപ്പൊ ഈ കറുത്തവർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്താ ഉണക്കം മുന്തിരി തലേന്നൊക്കെ മുഹമ്മദ് പറഞ്ഞ ടീമുകളുണ്ടല്ലോ നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളാണ് ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലത്തില്ല. എങ്ങനെയാണിത്? അല്ല ഈ വരിവരയിട്ട കട്ടുകളിൽ ചാരിയിരിക്കുന്ന നാം അവർ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തന്നുകളെ നാം അവർക്ക് ഇണചേർത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ നാം അവർക്ക് ഇണചേർത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ നാം ആരാണെന്നൊന്ന് പറയണേ. നിങ്ങൾ ഈ നാമിന് ഒത്തിരി ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഈ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ആടുകളെയും പശുക്കളെയൊക്കെ ഇണചേർക്കുന്നത് ഒക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ മുട്ടനാടിൻ്റെ അല്ലെങ്കിൽ കാളയുടെ ഉടമസ്ഥനായിരിക്കും ഈ ഇവറ്റകളെ തമ്മിൽ ഇണ ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ മൃഗാശുപത്രിയിൽ ചില മൃഗാശുപത്രികളിലൊക്കെ ചെല്ലുമ്പോഴും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അള്ളാഹുവിന് സ്വർഗത്തിൽ ഈ ഇണ ചേർത്ത് കൊടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് വായിക്കുമ്പോഴൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ പറയുന്ന പ്രപഞ്ച സൃഷ്ടാവായ ഭയങ്കര സൃഷ്ടി വൈഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭയങ്കര മഹോത്തരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് എന്തെക്കാളും ചിരിയാണ് വരുന്നത്. ഇദ്ദേഹത്തിന് ഇതാണോ പണി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് വരുന്നത്. കാരണം ഈ അറബികളുടെ അനിയന്ത്രിതമായിട്ടുള്ള കാമദാഹത്തെ പറ്റി മുഹമ്മദിന് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ടാണ് ഇസ്ലാമിക സ്വർഗത്തിൽ തരുണിമണികൾ ഇടം പിടിച്ചതെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാവും. വേറെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പുരുഷൻ്റെ ഉള്ളിലും മുഹമ്മദ് തന്നെ പറയുന്നുണ്ട് എപ്പോഴും സ്ത്രീകളോട് താല്പര്യമാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാംസം കഴിക്കുന്നത് ഒഴിവാക്കി. അതെന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു എനിക്ക് ലൈംഗികതയോട് താല്പര്യം വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും മാംസം കഴിക്കണമെന്ന് പറഞ്ഞു. കാരണം ഏതൊരു പുരുഷൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു ചിന്തയായിരിക്കുമല്ലോ. കാരണം എം അക്ബർ എന്ന് പറയുന്ന ആൾ പറഞ്ഞത് സെക്സ് തന്നെയായിരിക്കും തലയ്ക്കകത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുള്ളിയുടെ തലയ്ക്കകത്ത് അതായിരിക്കും, ബാക്കിയുള്ളവരുടെ മനുഷ്യരുടെ തലയ്ക്കകത്ത് അതാണോ എന്ന് എനിക്കറിയില്ല. എം അക്ബർ പറയാം സെക്സ് ആയിരിക്കും മനുഷ്യന്റെ തലയിൽ സെക്സ്. അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിന്റെ ശരീരം തീർച്ചയായും ഒരു ലൈംഗിക വസ്തു തന്നെയാണ്. നിങ്ങൾ എന്തെല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആണിന്റെ തലച്ചോറിനെ കുറിച്ച് പഠനം നോക്ക്. നിങ്ങൾ ന്യൂറോളജിക്കൽ സ്റ്റഡീസ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം, ഗൂഗിളിൽ ഉണ്ടല്ലോ, ഗ്രന്ഥങ്ങളിലേക്ക് പോണ്ട. ആണിന്റെ പെണ്ണിന്റെ വെറുതെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, തലച്ചോറിന്റെ രേഖാചിത്രത്തിൽ പോലും കാണും. ആണിന്റെ തലച്ചോറിലെ 4-5 ഭാഗങ്ങളാക്കി തിരിച്ചാൽ അതിൽ 2-3 ഭാഗം മുഴുവൻ സെക്സ് ആണ്. പുള്ളിയുടെ തലയ്ക്കകത്ത് അതായിരിക്കും. അത് വേറെ ഒരു കാര്യം. ഇനി അതുകൂടാതെ ഈ തുടുത്ത മാറിടമുള്ള വെളുത്ത തരുണിമണികളെ കൂടാതെ സ്വർഗത്തിലെ ബാലന്മാരും അവർക്കുണ്ട് കേട്ടോ. ഈ സ്വർഗത്തിൽ ഇങ്ങനെ ചെന്ന് സ്ത്രീകളോട് താല്പര്യമില്ലാത്തവർക്ക് സ്വർഗീയ ബാലന്മാരുണ്ട് അവിടെ. അതെന്തിനാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അധ്യായം 52-24 പറയാണ്, അവർക്ക് പരിചരണത്തിനായി ആൺകുട്ടികൾ അവരുടെ അടുത്ത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അവർ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെ ആയിരിക്കും. മുത്ത് വിട്ടൊരു പരിപാടിയില്ല കേട്ടോ. മുത്ത് തന്നെ ശരണം. കാരണം വെളുത്ത തരുണിമണികളെ മുത്തിൻ്റെ അകത്ത് ഇരുത്തിയിരിക്കുകയാണ്, ബാലന്മാരെ മുത്തിൻ്റെ അകത്ത് ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ മുത്തോട് മുത്താണ്. അപ്പോൾ ഒരു സംശയം, ഈ തൊടുത്തമാരുടമുള്ള സ്ത്രീകളും ബാലന്മാരും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഈ സ്വർഗം എന്ന് പറയുന്നത് അല്ലേ? എന്തെക്കാളും കൊള്ളാം. ഈ അധ്യായം 56-17 നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. കോപ്പകളും കൂജകളും ശുദ്ധമായ ഉറവുജലം നിറച്ച പാനപാത്രവും കൊണ്ട്. അപ്പം ഈ ഉറവുജലം നിറച്ച പാനപാത്രമൊക്കെ ആയിട്ട് ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കും. എന്ന് വെച്ചാൽ ഈ പണ്ടൊക്കെ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാമല്ലോ, ഈ ഇരിക്കുന്നവരുടെ ഇടയിലുള്ള നാടകവും ബാലയൊക്കെ നടക്കുന്നതിൻ്റെ ഗാനമേളയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഈ ചുക്ക് കാപ്പിയായിട്ട് ആൾക്കാർ പോകുമല്ലോ, ചുക്ക് കാപ്പി എന്നൊക്കെ പറയും. അപ്പം ഇനി ആ പരിപാടിയായിട്ട് അന്നേരം ഇപ്പം ഇവർ ഈ നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാരായിട്ടുള്ളവർ ഈ അവരുടെ ഇടയിലൂടെ ചുറ്റി നടക്കുമ്പോൾ ഇവർ ഈ പണിയൊക്കെ എടുത്ത് ചാരി വിശ്രമിച്ചൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തേന് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു എനർജി കൊടുക്കാൻ വേണ്ടിയാണോ അൻസാരി? ഇതിൽ ഈ ബാലന്മാരാരാണെന്ന് ഇമാൻ റാസിയുടെ തഫ്സീറിൽ പറയുന്നുണ്ട്. നിത്യജീവിതം നൽകപ്പെട്ട ബാലന്മാർ അവരുടെ ഇടയിൽ ചുറ്റി നടക്കുമെന്ന് ഇമാൻ റാസിയുടെ തഫ്സീറിൽ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവർ സത്യവിശ്വാസികളുടെ ചെറിയ മക്കളല്ല, സത്യവിശ്വാസികളുടെ ചെറിയ മക്കളെ അവരോടൊപ്പം വിടും. സത്യവിശ്വാസികളിൽ തന്നെ സന്താന സൗഭാഗ്യമില്ലാതെ മരിച്ചുപോയവരും ഉണ്ടാവുമല്ലോ.
സത്യവിശ്വാസിയുടെ മക്കളെ മറ്റൊരു സത്യവിശ്വാസിയുടെ ജോലിക്കാരനാക്കാൻ സ്വർഗത്തിൽ അനുവാദമില്ല. മനസ്സിലായല്ലോ? ഒന്ന്, സത്യവിശ്വാസികളുടെ ചെറിയ മക്കളല്ല ഏത് ഈ കോപ്പയുമായിട്ട് കറങ്ങിടക്കുന്ന ബാലന്മാർ. സത്യവിശ്വാസികളുടെ ചെറിയ മക്കളെ അവരോടൊപ്പം തന്നെ വിടും. ഏതാ ഈ സത്യവിശ്വാസികളായിട്ട് 72 കൂറുകളിലെടുത്ത് രമിക്കാൻ ചെല്ലുന്നവരുടെ അടുത്തൂടെ ഈ കുട്ടികളെ അവരോടുകൂടെ അങ്ങ് വിടുവന്ന്. നാണക്കേടൊന്ന് ആലോചിച്ചോണേ. സത്യവിശ്വാസികളിൽ തന്നെ സന്താന സൗഭാഗ്യമില്ലാതെ മരിച്ചുപോയവരും ഉണ്ടല്ലോ. സന്താന സൗഭാഗ്യമില്ലാതെ മരിച്ചുപോയവരുണ്ട്. സത്യവിശ്വാസിയുടെ മക്കളെ മറ്റൊരു സത്യവിശ്വാസിയുടെ ജോലിക്കാരനാക്കാൻ സ്വർഗത്തിൽ അനുവാദമില്ല. അപ്പം മുസ്ലിമായിട്ട് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ മറ്റൊരു മുസ്ലിമിന്റെ ജോലിക്കാരനാക്കാൻ അവിടെ അനുവാദമില്ല. പിന്നെ ആരുടെ മക്കളാണ് ഇവർ? അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവർ അവിശ്വാസികളുടെ ചെറിയ മക്കളാവാം. മനസ്സിലായോ? ഏതാ? മുസ്ലിം അല്ലാതെ അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാതെ ഈമാനും ഇസ്ലാം കാര്യവും വിശ്വസിക്കാതെ അത് തെറ്റാണെന്ന് പറഞ്ഞു നടക്കുന്ന ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഇസ്ലാമിന് പുറത്ത് നിൽക്കുന്ന ഏതെങ്കിലും അവിശ്വാസിയുടെ ചെറിയ മക്കളെയാണ് എവിടെ ഈ ബാലന്മാരായിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തുന്നതെന്നാണ് ഇമാം റാസി പറയുന്നത്. ഞാനല്ല കേട്ടോ, ഞാൻ പറഞ്ഞതല്ല, അജീഷ് എഴുതിയതല്ല. ഇമാം റാസിയുടെ തഫ്സീർ എന്ന് പറയുന്നത് ആദ്യകാല പണ്ഡിതനാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അവിശ്വാസികളുടെ ചെറിയ മക്കളെ ഈ ഇസ്ലാമിക സ്നേഹം പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോടൊക്കെ തന്നെ പറയും, നിങ്ങളുടെ ചെറിയ മക്കളെ. മനസ്സിലായോ? മനസ്സിലാക്കപ്പെട്ട ടീമുകളുണ്ടല്ലോ, നിങ്ങളുടെ ചെറിയ മക്കളെ ആയിരിക്കും. എന്താ കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സ്വർഗത്തിൽ നിന്ന് എന്നെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ ദൈവം ഈ പണിക്ക് വേണ്ടി കൊണ്ടുപോയി കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല, അങ്ങോട്ട് നടക്കത്തുമില്ല. അപ്പൊ ഇവർ അവിശ്വാസികളുടെ ചെറിയ മക്കളാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൂടാതെ അധ്യായം 78 അതിൻ്റെ 18, 19, 20, അതായത് അവിടുത്തെ സ്വർഗത്തിലെ സൽസബീൽ എന്നു പേരുള്ള ഒരു ഉറവയിലെ വെള്ളം അനശ്വര ജീവിതം നൽകപ്പെട്ട ചില കുട്ടികൾ അവർക്കിടയിലൂടെ ചുറ്റി നടന്നുകൊണ്ടുമിരിക്കും. അവരെ നീ കണ്ടാൽ വിതറിയ മുത്തുകളാണ് അവരെന്ന് നീ വിചാരിക്കും. അവിടെ നീ കണ്ടാൽ സ്വർഗാനുഗ്രഹവും വലിയൊരു സാമ്രാജ്യവും നീ കാണാവുന്നതാണ്. അത് ശരിയാ കേട്ടോ. ഈ സ്വർഗത്തിൽ ചന്തയുണ്ട്, മദ്യപ്പുഴയുണ്ട്, വിതറിയ മുത്തുകളെ പോലെ ഇരിക്കുന്ന സൂറികളുണ്ട് എന്ന് വേണ്ട. അതൊക്കെ കാണുമ്പോഴത്തേനും അത് വലിയൊരു സാമ്രാജ്യം തന്നെയാണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ ഭാവനയിലൊന്നും നോക്ക്, വെള്ളിയാഴ്ച ദിവസം ചന്തയുണ്ട്, എന്തൊക്കെ പരിപാടിയാണ്. ഇനി അതുകൂടാതെ മദ്യത്തിന്റെ അരുവികൾ, ഇതൊക്കെ അൻസാരിയാണ് ഇതൊക്കെ പുറത്തേക്ക് പറയേണ്ടത്. അതിന് നിങ്ങളുടെ വാക്കനുസരിച്ചുകൊണ്ട് ഒരു കാഫിറായ ഞാനിത് വിളിച്ചു പറയേണ്ടി വന്നേ അൻസാരി വളരെ മോശമായിപ്പോയി കേട്ടോ. അധ്യായം 47:15 സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ എങ്ങനെയെന്നാൽ അതിൽ പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികളുണ്ട്, രുചിഭേദം വരാത്ത പാലിന്റെ അരുവികളും, കുടിക്കുന്നവർക്ക് ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവികളും, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവികളുമുണ്ട്. അവർക്കതിൽ എല്ലാത്തരം കായികനികളുമുണ്ട്. തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവുമുണ്ട്. ഈ സ്വർഗവാസികളുടെ അവസ്ഥ നരകത്തിൽ നിത്യവാസിയായിട്ടുള്ളവനെ പോലെ ആയിരിക്കുമോ? അത്തരക്കാർക്കാകട്ടെ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ നൽകുക. അങ്ങനെ അത് അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കിക്കളെ. നരകത്തിലെ വിഷയം അവിടെ നിൽക്കട്ടെ. നരകം എന്താണെന്നുള്ളത് ഞാൻ പിന്നീട്, ഈ ഇസ്ലാമിന്റെ നരകം എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അല്ല, ഈ സ്വർഗത്തില് അവർക്ക് രുചിഭേദം വരാത്ത വെള്ളത്തിന്റെ അരുവിയുണ്ട്, പാലിന്റെ അരുവിയുണ്ട്, ആസ്വാദ്യമായ മദ്യത്തിന്റെ അരുവിയുണ്ട്, തേനിന്റെ അരുവിയുണ്ട്, അവർക്കതിൽ കായികനികളുമുണ്ട്, തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. എൻ്റെ സംശയം, ഈ പാപമോചനം ലഭിച്ചവരല്ലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? അല്ലേ? കബറിൽ കിടന്ന് മുൻകീറിൻ്റെയും നക്കീറിൻ്റെ അടിമേടിച്ച് തളർന്ന് കാഹളം ഊതുന്ന കാലം വരെ അടിമേടിച്ച് തളർന്ന് ഒരു പരുവായ മനുഷ്യർ അവിടുന്ന് നേരെ സിറാത്ത് പാലത്തെ കൂടെ ഒക്കെ നടന്ന് പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ കയറി ചെല്ലുന്നവർക്കല്ലേ, അങ്ങനെ പാപമോചനം ലഭിച്ചവർക്കല്ലേ ഇതുള്ളത്. അല്ലേ ഈ സ്വർഗത്തിൽ പിന്നെയും പാപമോചനവും? അതെന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഈ സ്വർഗത്തിൽ ചെന്നിട്ടുണ്ടായ പാപമോചനം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും.
ഒന്ന് പറഞ്ഞു തരണേ, ഈ സ്വർഗത്തിൽ ചെന്നിട്ടുള്ള പാപമോചനം ഇതൊക്കെ പിന്നെയും പിന്നെയും പാപമോചനത്തിനാണെങ്കിൽ പിന്നെന്തിനാ അങ്ങോട്ട് കയറിപ്പോന്നു? അടുത്തത്, സ്വർഗത്തിൽ മദ്യം കുടിക്കാൻ കിട്ടുന്നുണ്ട്. അധ്യായം 83 അതിൻ്റെ 25-26. മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടും. അതിൻ്റെ മുദ്ര കസ്തൂരിയായിരിക്കും. മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ. അവിടെയും മത്സരമാണ്. ഇപ്പം തന്നെ അവർ മത്സരം ഉണ്ടാക്കിയിട്ട് ഒരു തരത്തിവ്യ. വെള്ളിയാഴ്ച ഷിയയുടെ മസ്ജിദിൽ കയറി 75 മത്സരിക്കും. പൊട്ടിച്ചതർ ഒരു പണിയാവും. പിറ്റേ ദിവസം സുന്നിക്കകത്തോട്ട് കയറും എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നല്ല രീതിയിൽ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുകച്ചുകൊണ്ടിരിക്കുന്ന ഇവരാണ് പറയുന്നത് അവിടെ പിന്നെയും ഈ മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്ന്. അത് ഈ ഭൂമിയിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ ഈ പൊട്ടിച്ചെറിയ അതും മത്സരമാണോ ഇല്ലെന്നൊന്ന് പറയണേ. അപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ വിശിഷ്ട പാനീയങ്ങളുള്ള അരുവികളെന്ന് പറഞ്ഞിരിക്കുന്നത് മദ്യത്തെ പറ്റിയാണെന്ന് വ്യാഖ്യാതാക്കൾ ഭയങ്കരമായിട്ട് അഭിപ്രായപ്പെടുന്നുണ്ട് മദ്യം തന്നെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഒരു സംശയം, ഈ മദ്യത്തിന് പുളിയും മുദ്രയും പോകാതെ സൂക്ഷിക്കുന്ന ആരാണെന്നൊന്ന് പറഞ്ഞു തരണേ. ഈ മദ്യം അതേ രീതിയിൽ തന്നെ ഈ കസ്തൂരിയൊക്കെ ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിന് ഈ പുളിയും അതിൻ്റെ മുദ്രയൊന്നും പോകാതെ സൂക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി വെക്കുന്ന ആരാണ്? കാരണം ഭൂമിയിൽ മദ്യം നിങ്ങൾക്ക് ഹറാമാണെന്നാണ് പറയുന്നത്. അത് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ എഴുതിയ ഹരമെന്നാണ്. കാരണം അത് നമുക്കറിയാം. അപ്പോൾ ഈ മദ്യം ഭൂമിയിൽ ഇല്ല, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇസ്ലാമിൻ്റെ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിലെ മദ്യമൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി അതിനെ പുളിക്കാതെയും മുദ്രയൊക്കെ പോകാതെയും സൂക്ഷിച്ചു വെക്കുന്ന ആരാണെന്നും ഒന്ന് പറയുന്നത് വളരെ നല്ലത്. അടുത്തത്, പാലിൻ്റെ അരുവികൾ, തേനിൻ്റെ അരുവികൾ. അത് 47-15, അധ്യായം 47-15 അതിൽ പറയുകയാണ്. സൂക്ഷ്മതയുള്ളവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ എങ്ങനെയെന്നാൽ അതിൽ പകർച്ച വരാത്ത വെള്ളത്തിൻ്റെ അരുവികളും രുചിഭേദം വരാത്ത പാലിൻ്റെ അരുവികളും കുടിക്കുന്നവർക്ക് അസാധ്യമായ മദ്യത്തിൻ്റെയും അരുവികളും ശുദ്ധീകരിക്കപ്പെട്ട തേനിൻ്റെ അരുവികളുമുണ്ട്. നമ്മളത് നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ ഈ പാലിൻ്റെയും തേനിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ അരുവികളുടെ ഇടയിലൂടെ പോകാൻ വേണ്ടി ഇപ്പോഴേ വാ പൊളിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്ന ടീമുകളുണ്ടല്ലോ. അതാണല്ലോ ഒരു ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ എന്ത് വേണം? മദ്യഷാപ്പിൽ പണിയെടുക്കുന്നവനേക്കാൾ കൂടുതലായിട്ട് ആ മദ്യത്തിൻ്റെ പേരുകൾ വിളിച്ചു പറഞ്ഞ ഒരു ഉസ്താദ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഇത് എവിടുന്ന് പുള്ളിക്ക് ഇത് കിട്ടിയെന്ന് ഒരു പിടുത്തുള്ളൂ. അപ്പം മദ്യം മരുഭൂമിയിൽ വളരെ വിലപിടിപ്പുള്ള വസ്തുവായിരുന്നു. ഇന്നത്തെ പോലെ കെമിക്കൽ ചേർത്ത് ഉണ്ടാക്കുന്നല്ലോ അന്നത്തെ മദ്യം. കാരണം ഇന്ന് കെമിക്കലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മദ്യം മോശമാണെന്ന് വിളിച്ചു പറയുന്ന സ്ത്രീകൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നു എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ഈ കെമിക്കൽ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പം മുന്തിരിയിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒറിജിനൽ സാധനമാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാം, ഹദീസിൻ്റെ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മരുഭൂമിയിൽ മുന്തിരിത്തോട്ടങ്ങൾ അപൂർവമായിരുന്നത് കൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യതയും വളരെ കുറവായിരുന്നു. അപൂർവ വസ്തുവായതുകൊണ്ട് മുഹമ്മദ് ഇതും സ്വർഗത്തിൽ അങ്ങ് ഉൾപ്പെടുത്തി. പുള്ളിയാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് അത് ഓക്കെയാണ്. മുഹമ്മദ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ സംഭവിക്കുന്നത്. ഇനി അധ്യായം 3-136 പറയാണ്, അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുമാകും. അവരതിൽ നിത്യവാസികളായിരിക്കും. പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നന്നായിരുന്നു. അപ്പോൾ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്കാണ് ഇവർ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ഇനി 3-198 പറയാണ്, എന്നാൽ തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചതാരോ അവർക്കാണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളുള്ളത്. അവരതിൽ നിത്യവാസികളായിരിക്കും. അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സൽക്കാരം അല്ലാഹുവിൻ്റെ അടുക്കലേക്കുള്ളതാകുന്നു. പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമം. ഇവിടെ താഴെ കൂടെ അരുവികളുടെ വലിയൊരു സംഭവം, അരുവികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണല്ലോ, അരുവികളാണല്ലോ ഇവർക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നം. കാരണം സൂറ 19 മറിയത്തിൻ്റെ അകത്ത് താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്. അത് ആരാണെന്നുള്ള ഇന്നും ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനി 44, 51, 52 സൂക്ഷ്മത പാലിച്ചവർ തീർച്ചയായും നിർഭയമായ വാസസ്ഥലത്താകുന്നു. തോട്ടങ്ങൾക്കും അരുവികൾക്കും ഇടയിൽ നേർത്ത പട്ടുതുണിയും കട്ടിയുള്ള പട്ടുതുണിയും അവർ ധരിക്കും. അവർ അന്യോന്യം അഭിമുഖമായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴ്ഭാഗത്തൂടെ അരുവികളുണ്ട്, പട്ടുതുണിയും കട്ടിയുള്ള പട്ടുതുണി അവർ ധരിക്കും. ഈ സ്വർഗത്തിലേക്ക് ചെല്ലുന്നത് ആത്മാവായിട്ടാണോ അതോ ശരീരത്തോടുകൂടിയാണോ എന്നുള്ള ചോദ്യത്തിന് ഇവർ മറുപടി തരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവിടെ ആത്മാവായിട്ട് ചെല്ലുന്നെങ്കിൽ അവിടെ തുണിയുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ തുണി കൊടുത്തുകൊണ്ട് നടക്കണം. എന്താ അവസ്ഥ!
ഇനി 22:33 വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ തീർച്ചയായും അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അവർക്ക് അവിടെ സ്വർഗവളകളും മുത്തും അണിയിക്കപ്പെടുന്നതാണ്. പട്ടുകളായിരിക്കും അവർക്ക് അവിടെയുള്ള വസ്ത്രം. ഇതാണ് എൻ്റെ ചോദ്യം. ഈ പട്ടും ഈ സ്വർണ്ണവളയൊക്കെ മുത്തുമൊക്കെ അണിയണമെന്ന് പറഞ്ഞാൽ അവിടെ ശരീരം വേണ്ട അൻസാരി. അൻസാരി എന്താണ് ഈ ഇങ്ങനെയൊക്കെ ഇതെന്താണ് അൻസാരി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അൻസാരിക്ക് ഇതിന് മറുപടി തരാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. അൻസാരിയുടെ ഭയമാണല്ലോ. എനിക്കും മറുപടി തന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളുടെ പുറത്തേക്ക് വരുന്ന അൻസാരിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ കുറ്റബോധവും നഷ്ടബോധവും അൻസാരിയുടെ ഉള്ളിലെ ഭയവുമാണ് എനിക്ക് മറുപടി തരാതെ അൻസാരി ഇങ്ങനെ ഓടി നടക്കുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അൻസാരി 13:35 സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തിൻ്റെ അവസ്ഥ ഇതത്രേ. അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിലെ കനികളും അതിലെ തണലും ശാശ്വതമായിരിക്കും. അതത്രേ സൂക്ഷ്മത പാലിച്ചവരുടെ പര്യവസാനം. സത്യനിഷേധികളുടെ പര്യവസാനം നരകമാകുന്നു. ഈ സത്യനിഷേധികൾ എന്നൊക്കെ പറയുമ്പോൾ ചിരിയാ വരുന്നത്. എന്തെക്കാളും നരകമാണെന്ന് പറയുന്നുണ്ട്. ഈ നരകത്തിൻ്റെ വിഷയം നമുക്കറിയാമല്ലോ. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പനി നരകത്തിലെ ചൂടാണെന്ന്. അള്ളാഹു പറയുന്നത് അത് എൻ്റെ ചൂടാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ സത്യനിഷേധികൾ എന്തെക്കാളും എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായോ? പനിയുള്ള ആ സ്ഥലത്തേക്കായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചൂടായിരിക്കുമല്ലോ അവിടെ. അങ്ങോട്ട് പോയിക്കോളാൻ അവർക്ക് വലിയ മടിയൊന്നും കാണത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ എന്തെക്കാളും അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുക. ഇവിടെ പറയാണ് അതിലെ കനികളും അതിലെ തണലും. ഈ സ്വർഗത്തിലെ തണൽ പറഞ്ഞതെങ്കിൽ മരമൊക്കെ വേണമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? ബുർജ് ഖലീഫ വല്ലതും ആണോ? ഇനി 55:50, 51 വായിക്കുമ്പോൾ അവിടെ കാണാം അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികളുണ്ട്. അവ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 അരുവികളുണ്ട്. അപ്പോൾ ഇത് എന്താണ് അൻസാരി? ഈ രണ്ടിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ 55:66, 67 അവ രണ്ടിലും കുതിച്ചൊഴുകുന്ന 2 അരുവികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അപ്പോൾ ഇത് സ്വർഗത്തിലെ കുറേ ഭാഗങ്ങളാണ്. അപ്പോൾ എന്നീ ഭാഗം ശുദ്ധജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വായിച്ചതല്ല. അപ്പം മരുഭൂമിയിൽ ശുദ്ധജലം അപൂർവ വസ്തുവായതുകൊണ്ട് ഇതും മുഹമ്മദിൻ്റെ സ്വർഗത്തിൽ സ്ഥാനം പിടിച്ചു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യത്തിൽ അവിടെ അവർക്ക് ലഭിക്കാത്ത എന്ത് കാര്യവും അതിനെ എന്ത് ചെയ്തു? നേരെ സ്വർഗത്തിൽ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ, പുരുഷന്മാരുടെ ഉള്ളിൽ സ്ത്രീകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മുളപ്പിച്ചുകൊണ്ട് മുഹമ്മദ് എന്ത് ചെയ്തു? ഈ സ്ഥാനം ഇവിടെ കിട്ടാത്ത എന്തും, നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാത്ത എന്തിനെ അങ്ങ് കൊടുത്ത് അവിടെ എന്ത് ചെയ്തു? അങ്ങ് സെറ്റപ്പാക്കി വെച്ചു. പക്ഷേ ഈ ശുദ്ധജലം ഒരു അപൂർവ വസ്തുവായതുകൊണ്ട് സ്വർഗത്തിൽ ഇത് സ്ഥാനം പിടിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ ചില പ്രാഥമിക കാര്യങ്ങൾക്ക് നിങ്ങൾ മണ്ണ് ഉപയോഗിച്ചല്ലോ, കല്ലൊക്കെ ഉപയോഗിച്ചല്ലോ, ഇതും അവിടെ കിട്ടുമോ? അത് ഇനി കല്ലിൻ്റെയും മണ്ണിൻ്റെയൊക്കെ കാര്യം മുഹമ്മദ് മറന്നതാണോ അതോ മറപ്പിച്ചതാണോ എന്ന് സംശയം. കാരണം അള്ളാഹുവിന് മറവി രോഗം ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കാമല്ലോ. ഈ പച്ചവെള്ളവും മദ്യവും മാത്രം കഴിച്ചുകൊണ്ട് ഈ ബാലന്മാരോടും തരുണീമണികളോടും സമയം ചെലവഴിച്ചാൽ പെട്ടെന്ന് തളർന്നു പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി വയറ്റിലോട്ട് വല്ലതും ചെല്ലണമല്ലോ. അതിനും മുഹമ്മദ് വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലന്മാരോടും തരുണീമണികളോടും സമയം ചെലവഴിച്ചാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് നോക്കണം. എന്നാൽ ബൈബിൾ പറയുന്ന സ്വർഗരാജ്യത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ടാണ്. റോമാലേഖനം 14 അധ്യായം അതിൻ്റെ 17 പറയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രയെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അവിടെ സ്വർഗരാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ മദ്യപ്പുഴയോ 72 ഹൂറികളോ ചെറിയ ബാലന്മാരുടെ സഞ്ചാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഭക്ഷണവും പാനീയവും ഒന്നുമില്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവ് മുഹമ്മദാണെന്ന് പറഞ്ഞ് വരരുത്. അൻസാരി ആ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ പിന്നീട് മറുപടി തരുന്നതായിരിക്കും. കാരണം അതിന് ഞാൻ കുറേ മറുപടി കൊടുത്തുകൊണ്ട് ഇതിന് ഞാൻ മറുപടി തരാം. പിന്നീട് ഫിലിപ്പ് ലേഖനം 3 അധ്യായം 20-21 പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. മനസ്സിലായോ?
അപ്പോൾ ഈ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം, എന്നെ കേട്ട എല്ലാവർക്കും അറിയാം, എന്നെ കേട്ട എല്ലാവരോടുമായിട്ട് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു രക്ഷിതായി വരും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ ഒരു രക്ഷയുണ്ടാകും? എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് ആരെയും കൊല്ലാനോ വെട്ടാനോ ഈസ വരുന്നത് പോലെയുള്ള പരിപാടിക്കല്ല, പന്നിയെ കൊല്ലാനും കുരിശ് തകർക്കാനും ജിസ്യ നിർത്തലാക്കാനുള്ള കാര്യങ്ങൾക്കല്ല. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് തൻ്റെ സഭയും തൻ്റെ വിശുദ്ധന്മാരെയും ചേർക്കാൻ വേണ്ടി തന്നെയാണ്. ആ വരവെങ്കിൽ നിങ്ങളുണ്ടാവുമോ? എന്നെ കേട്ട എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ വിശ്വസിച്ച് അതിനെ കൊണ്ട് ഏറ്റു പറയുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പം മുസ്ലിങ്ങളായ നിങ്ങൾക്ക് രക്ഷ തരുവാൻ ആര് വരും? ക്രിസ്തുവിനും രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് ആര് രക്ഷ തരും? മുസ്ലിങ്ങൾക്ക് ആര് തരും? അള്ളാഹു വരുമോ? അതോ മറ്റാരെങ്കിലും വരുമോ? നിങ്ങൾക്ക് ആരും വരാനില്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊരു രക്ഷ തരാൻ, നിങ്ങൾക്കൊരു നിത്യജീവൻ തരാൻ, നിങ്ങൾക്കൊരു സ്വർഗീയ പദവി തരാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ, നിങ്ങൾക്ക് അങ്ങനെ ഒരു രക്ഷ തരാൻ നിങ്ങൾക്ക് ആരുമില്ലാതിരിക്കെ ഞങ്ങൾക്കുറപ്പുണ്ട് കർത്താവായ യേശുക്രിസ്തു അതിനായി വരുമെന്ന്. കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു രക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആ രക്ഷ തരാൻ വരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ആ വിശ്വാസമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആരും വരാനില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, അത് പുറത്തു തരുവാൻ, സ്വർഗം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യയോഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർക്ക് ഇന്ന് സുപ്രധാന കാലം, ഇന്ന് സുപ്രധാന ദിവസം. നിങ്ങൾക്ക് അതിരം കൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കാം, അതിരം കൊണ്ട് പറയാം. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് നിങ്ങളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ വരുന്നതല്ല. നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ, മറ്റുള്ളവരെ പോലെ നരകത്തിലേക്ക് പോകാതെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുകൂടെ തന്നെ വസിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സ്വർഗം തരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അതിനാൽ ഞങ്ങൾ നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ആരെ കാണുവാൻ ആഗ്രഹിച്ചോ അവനോടുകൂടെ ഒരുമിച്ചിരുന്ന് ആ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ സ്തോത്രം പറയുവാൻ എല്ലാവർക്കും മടിയാണ്. ഹല്ലേലൂയ സ്തോത്രക്കാരെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് നാവെടുത്ത് പറയുന്നുണ്ടല്ലോ, എന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് പറയാണ്, സ്വർഗം തരുവാൻ, രക്ഷ തരുവാൻ, ഉലകത്തിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ആ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.